ദൈവീകരണത്തിൻ്റെ മൂലക്കല്ലായി വിവക്ഷിക്കപ്പെടുന്ന എഫേസ്യർ 3:17 സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുവാൻ എന്നത് എഫേസ്യ ലേഖനം 3:16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിലെ 4 പ്രാർത്ഥനകളിൽ മൂന്നാമത്തേതും, സാധാരണ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു നിറയുവാനും അതിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുന്ന എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാനുമുള്ള നിറവിനായുള്ള പ്രാർത്ഥനയാണിത്. എ പ്രെയർ ഫോർ ഫുൾനെസ്. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒരു വിശ്വാസിയെ വൃക്ഷത്തോടും കെട്ടിടത്തോടും ഉപമിച്ചുകൊണ്ട് അവയുടെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന വേരും അടിക്കല്ലും സ്നേഹമായിരിക്കണമെന്ന് അപ്പോസ്തലൻ ഉദ്ബോധിപ്പിക്കുന്നു. വേരിൻ്റെയും അടിസ്ഥാനക്കല്ലിൻ്റെയും ഉറപ്പാണല്ലോ യഥാക്രമം വൃക്ഷത്തിനും കെട്ടിടത്തിനും വീഴാതെ നിൽക്കുവാനുള്ള കഴിവ് നൽകുന്നത്. ക്രിസ്തു സഭയുടെ മൂലക്കല്ലായിരിക്കുന്നത് പോലെ സ്നേഹം ആത്മീയ ജീവിതത്തിൻ്റെ മൂലക്കല്ലായിരിക്കണം. സഭയെ വീക്ഷിച്ച അതേ വീക്ഷണത്തിലാണ് ഇവിടെ വ്യക്തിജീവിതത്തെയും വീക്ഷിച്ചിരിക്കുന്നത്. ഈ ദൈവസ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് ഗ്രഹിക്കുവാൻ 18-ാമത്തെ വാക്യത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ മുഴുവനായ അവസ്ഥ കാണിക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റോയിക് തത്വചിന്തയുടെ ശൈലിയാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാർവത്രിക വ്യാപ്തിയെയും ശക്തിയെയും കാണിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ച ശൈലി. ഇതിലൂടെ മറ്റു പരിശുദ്ധന്മാരോട് ഒരുമിച്ച് സ്നേഹത്തിൽ വളർന്ന് സ്നേഹത്തിൻ്റെ ശക്തി മൂലം പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വീതിയും നീളവും ഉയരവും ആഴവും ഒരുമിച്ച് പിടിച്ച് വിശ്വാസി ക്രിസ്തുവിനോട് ഒരുമിച്ച് സ്നേഹം മൂലം പ്രപഞ്ചത്തെ ഭരിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. ആദാമിന് നഷ്ടപ്പെട്ടു പോയ അധികാരമാണത്. ദൈവസ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ന ഈ അളവുകൾ ക്രിസ്തുവിൻ്റെ കുരിശിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് നമുക്ക് വഴികാട്ടിയാണ്. ഇതിൽ ഉയരമെന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതിനെയും കുറിക്കുന്നുവെങ്കിൽ ആഴമെന്നത് വീണുപോയവരെ രക്ഷിക്കുവാൻ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയതിനെ അനുസ്മരിപ്പിക്കുന്നതും, നീളവും വീതിയും എന്നത് സകല ജനതകളിലേക്കും നിത്യതയിലുടനീളവുമുള്ള ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വ്യാപനത്തെയും പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഈ മാനങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അഗോചരമായ സമ്പത്തിനെയാണ്. അത് വെറും ഭൗതിക പഠനത്തിലൂടെയല്ല, മറിച്ച് സഭയുടെ ആരാധനക്രമ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നതാണ് ഈ ക്രിസ്തുവിൻ്റെ ഈ രഹസ്യങ്ങൾ. പരിശുദ്ധന്മാരോട് ഒരുമിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവസ്നേഹത്തെ ഒറ്റപ്പെട്ട നിലയിൽ ഗ്രഹിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഈ ഭൂമിയിൽ ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യമാണ്. ജീവിക്കുന്നവരുടെയും വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ്മയിൽ ദൈവരാജ്യത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ എഫേസ്യ ലേഖനം 3:16 മുതൽ 19 വരെയുള്ള സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുവാൻ എന്നതിലെ ദൈവസ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് പൂർണ്ണമായി ഗ്രാഹ്യമുണ്ടാവൂ. ഈ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മുടെ ആത്മക്കണ്ണുകൾ തുറക്കപ്പെടുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.